തിരുവനന്തപുരം ജില്ല 7 സീറ്റ് വരെ UDF പിടിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ 7 സീറ്റ് ഒന്ന് എണ്ണി കാണിച്ചാൽ മതി. ഏത് സീറ്റാണ് തിരുവനന്തപുരത്ത് 7 സീറ്റ് പിടിക്കുക എന്നുള്ളത്. കുട്ടിയുടെ പരാജയം കേരള രാഷ്ട്രീയത്തിൽ CPM ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഡാമേജ് ചില്ലറയല്ല. നിയമം BJPക്ക് കൊണ്ടുപോയി കൊടുത്തു എന്ന പാപഭാരവും കുറ്റബോധവും എല്ലാ കാലവും CPMന് തോളത്ത് നിന്ന് ഒഴിവാക്കിയെടുക്കാൻ കഴിയില്ല. എറണാകുളം ജില്ല തൂത്തുവാരും എന്നാണ് പറഞ്ഞത്. അതിന്റെ അകത്ത് കളമശ്ശേരിന്റെ അവസ്ഥ ദൈവത്തിന് അറിയാം. ആദ്യം നമ്മൾ പോകുന്നത് കളമശ്ശേരിയിൽ P. രാജീവിന്റെ തോൽവിയാണ്. കൊച്ചിയുടെ അവസ്ഥ ദൈവത്തിന് അറിയാം. മറ്റേ വൈപ്പിന്റെ അവസ്ഥ ഒരു ഐഡിയ ഇല്ല. ഇനി കോട്ടയത്ത് എന്താ പ്രശ്നം? കോട്ടയത്ത് ജോസ് കെ മാണി ജയിച്ചു, പാല ജയിക്കുവോ എന്നുള്ള കാര്യത്തെ കുറിച്ച് ധാരണയില്ല. ചങ്ങനാശ്ശേരി ജോൺ മൈക്കിളെ, ഇത് ഞാൻ കോട്ടയം കേരള കോൺഗ്രസ് എമ്മിന്റെ കാര്യം മാത്രമാണ് പറയുന്നത്. ജോസ് കെ മാണി, ജോബ് മൈക്കിള്, N. ജയരാജ്, പിന്നെ ഒരു മണ്ഡലം കൂടി ഉണ്ട്. ആ 3 എണ്ണം ഉറപ്പിച്ചു വെച്ചോളൂ. അതിന്റെ അകത്ത് കോൺഗ്രസിന് വലിയ ധാരണ പ്രശ്നമുണ്ട്. കാരണം ഇത് കിട്ടും എന്നുള്ള കാര്യത്തിന് കോൺഗ്രസിന് ഇതില്ല. ഇടുക്കിയിൽ നേരത്തെ നമ്മൾ ജോസ് കെ മാണിയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ ജോസ് വലിയൊരു സങ്കടം ഇല്ലാത്തത് റോഷിയോ തോറ്റുപോയല്ലോ എന്ന് ആലോചിക്കുമ്പോൾ. പക്ഷേ ഇടുക്കിയില് റോഷി അഗസ്റ്റിന്റെ കാര്യത്തിനകത്തും രാജയുടെ കാര്യത്തിനകത്തും ആർക്ക് വലിയ ഇതില്ല. ഈ പറഞ്ഞ UDFന് വലിയ ധാരണ പ്രശ്നമില്ല. പത്തനംതിട്ടയിൽ ഒരു 5 സീറ്റ് തൂത്തുവാരും എന്ന് പറഞ്ഞ് 5 സീറ്റിന്റെ കാര്യത്തിനകത്ത് 2 സീറ്റ് അവർ ഉള്ളോടുള്ളി പറയുന്നുള്ളൂ. 3 സീറ്റ് കിട്ടി എന്നാ പറയുന്നത്. ഇങ്ങനെ വീണ ജോർജ് പരാജയപ്പെട്ടു ഒരു ഏറെക്കൂടെ ഒരു 10-10 ആകുമ്പോൾ തന്നെ വീണ ജോർജിന്റെ കാര്യത്തിൽ തീരുമാനമായി. വീണ ജോർജ് എവിടെ ലീഡ് ചെയ്തായിട്ട് ഇല്ലല്ലേ? എവിടെയും ഒരു തവണ ഏതെങ്കിലും ഒരു റൗണ്ടിൽ വീണ ജോർജ് ലീഡ് ചെയ്തതായി നമ്മൾ എവിടെയും വാർത്ത കൊടുത്തിട്ടില്ല. ഇരിങ്ങാലക്കുടയിൽ R. ബിന്ദു തോമസ് ഉണ്ണിയാടിനോട് തോറ്റുപോയി. വയനാട്ടിൽ മാനന്തവാടിയിൽ OR കേളു, അവിടെ പത്തനാപുരത്ത് ഒരു ജ്യോതി തെളിഞ്ഞു കേട്ടോ. ഇന്ന് AB ഗണേഷ് കുമാർ തോറ്റു. അതെ, ജ്യോതികുമാർ ചാമ്പക്കല്ല. AB ഗണേഷ് കുമാർ തോറ്റുപോകുന്നത് പ്രിയപ്പെട്ട പ്രേക്ഷകരെ 2001 ശേഷം 4 നൂറ്റാണ്ടിന് ശേഷം ഇത് ആദ്യമായി. അതായത് കൂടെ നമുക്ക് വളരെ പെട്ടെന്ന് നോക്കിയിട്ട് പോവാം. PC സൈഫുദ്ദീൻ വ്യക്തിപരമായ ലയണൽ മെസ്സിയെ കാണാൻ വലിയ ആഗ്രഹത്തോടെ കാത്തിരുന്ന ഒരാളാണ്. തീർച്ചയായും അബ്ദുറഹ്മാൻ മാമൻ ചതിച്ചു മക്കളെ എന്ന് മെസ്സി ആരാധകരെ കലമുറയിട്ട് കരഞ്ഞ ദിവസം ഇടുക്കിയിൽ നേരത്തെ നമ്മൾ ജോസ് കെ മാണിയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ ജോസ് വലിയൊരു സങ്കടം ഇല്ലാത്തത് റോഷിയോ തോറ്റുപോയല്ലോ എന്ന് ആലോചിക്കുമ്പോൾ. പക്ഷേ റോഷ് 26 പാളി 20 വർഷത്തിന് ശേഷം വലിയ തിരിച്ചടി അദ്ദേഹത്തിന്. ജെ ചിഞ്ചുറാണി മന്ത്രിസഭയിലെ മറ്റൊരു അംഗം, ഒരു കോട്ട പൊളിഞ്ഞത് ചടയമംഗലം ആകെ പൊളിഞ്ഞു വീണു എന്നുള്ളതാണ്. AK ശശീന്ദ്രൻ എന്റെ വ്യക്തിപരമായ ഞാൻ ഈ നോക്കുമ്പോ 100 സീറ്റ് കോൺഗ്രസ്സുകാർ തന്നെ വെറുതെ നമ്മൾ മറ്റേ മലയാളത്തിൽ പറയാം തള്ളിയിട്ട് കാര്യമില്ലല്ലോ. ഇലക്ഷൻ കഴിഞ്ഞില്ലേ? ഇനി എങ്ങനെ യാഥാർത്ഥ്യം പറഞ്ഞു? ഇടുക്കി 5 പോയി, കോട്ടയത്ത് 9 പോയി, എറണാകുളം 3 പോയി, എറണാകുളം 14 പോയി, പിന്നെ മലപ്പുറം 16 പോയി. എല്ലാം പോയാ? എല്ലാം പോയി. തിരുവനന്തപുരം പകുതി പോയി, കോട്ടയം കൊല്ലം പാതിയൊന്നുമല്ല. പുനലൂര് മാത്രമാണ് ബാക്കി കിട്ടിയത്. കണ്ണൂരും പോയി. ഞാൻ പറഞ്ഞില്ലേ പക്ഷേ ആന